ഓന്റെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലേ, അവർക്ക് ഇന്ന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓമർന്ന് പോയി പെട്ടി സാധനമൊക്കെ എടുത്തിട്ട് ആയിക്കോട്ടെ. ഇതുകൊണ്ട് പോയാൽ ഞങ്ങള് പുറത്തിറങ്ങാൻ നിക്കുക. കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാണ്ട്. ശരി എന്നാ. എന്താ ഇപ്പൊ നാട്ടിൽ വിളിച്ചിന്നാ? ഞാനേ ഇന്ന് വിളിച്ചിട്ടില്ല, കാരണം ആകെ തിരക്കും പൊടിയും എന്നും കുറച്ച് പേരെ പണിയുണ്ടായിരുന്നു. റോട്ടിലൊന്നും ഇന്ന് ട്രാഫിക്കിന് ഞായറാഴ്ച അല്ല, ആൾക്കാരൊക്കെ റൂമില് റെസ്റ്റ് എടുക്കായിരിക്കും. അല്ലെങ്കിൽ അടുക്കാൻ പറ്റൂലേ? നിർത്ത് നമ്മളെ ആളല്ലേ? ആര്? ജയിലിൽ പറഞ്ഞ ആളല്ലേ നിക്കണത്? അപ്പൊ ഇത് പോയില്ലേ? നിർത്ത് എന്തേ റൂമിന്നങ്ങോട്ട് പാഞ്ഞു പോന്നല്ലോ? വണ്ടിയൊന്നും കിട്ടിയില്ലേ പോവാന്? കേറുന്നുണ്ട്, ഒന്ന് റിലാക്സാ, കേറ്. ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ, മോഹമുള്ളുകൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ. ഇപ്പൊ ഇനിയെങ്കിലും ഒന്ന് നോക്കി വിളിക്കണ്ടല്ലോ. ഹലോ, ജലീലേ, അവിടുന്ന് വയ്യാണ് എനിക്ക് ആ സീനിയറിന്റെ അടുത്ത് കൂടെ. അത് ഞാൻ നേരെ ഇടുവാ. ഓക്കെ കണ്ട് അസ്സലാമു അലൈക്കും. എന്നിട്ട് എവിടുന്നപ്പോ വരെ കിട്ടി? അതൊന്നും പറഞ്ഞ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കായിരുന്നു, ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. എന്താ വിചാരിച്ചാവും ചെങ്ങയ്യെ? പറ്റൂലെങ്കിൽ പോയിക്കൊണ്ടവന് നാട്ടിലേക്ക് തന്നെ വിട്ടോ. എന്താ അവിടെ ഉണ്ടായി? ഒന്നും നിൽക്കാടെ പറ്റില്ല, അങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇന്നലെ ഇപ്പൊ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്നലെ പാർക്കിൽ കിടന്ന്. അപ്പൊ റൂമിന് എന്താ പോരാൻ കാരണം? എന്നോട് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും വന്നേക്കണ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കോഴിമുട വിളിക്കാൻ പറഞ്ഞു, നിക്ക് പറ്റില്ല, മെന്റലി പ്രശ്നമായിട്ടാണ് പോകുന്നത്. അതൊന്നും അത്ര വലിയൊരു പ്രശ്നമല്ല, ഇതൊക്കെ ഇവിടെ വന്ന ഉടനുള്ള ഒരു ടെൻഷനാണ്. അതൊക്കെ ശരിയായിക്കോളൂ, തൽക്കാലം അവിടെ പിടിച്ച് നിൽക്കും. നമുക്കേ പരിഹാരം ഉണ്ടാക്കാം എന്തായാലും. നമുക്ക് വന്നാണ് ഒരു കാര്യം പറയട്ടെ. സിദ്ധി ഒരു കാലത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ്. മരണം കൊണ്ടുപോകാത്ത ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അത് മറ്റൊരാളുടെ മനസ്സിൽ നിങ്ങൾ പതിച്ച പുഞ്ചിരിയാണ്.